അപ്പോൾ ഈ യൂണിവേഴ്സൽ പവറിനെ പറ്റി സംസാരിക്കണം. ഈ യൂണിവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നതും ഈ ഭൂമിയും ഈ ആകാശവും എല്ലാം അടങ്ങുന്ന യൂണിവേഴ്സൽ പവറിനെ നമ്മൾ പരമാത്മാവ് എന്ന് വിളിക്കാം. പരമാത്മാവ്. അപ്പോൾ പരമാത്മാവ് സ്വയം തിരിച്ചറിയാൻ, സ്വയം മനസ്സിലാക്കാൻ. ഇപ്പം നമ്മൾ തന്നെ നമ്മളെ സ്വയം മനസ്സിലാക്കാൻ നമ്മുടെ സ്വഭാവം നോക്കും. ഓ, നമ്മുടെ എത്ര നല്ല സ്വഭാവമാണ്, നമുക്ക് കവിത എഴുതാം. അങ്ങനെ ഒരു സ്വയം ഇത് തോന്നാൻ വേണ്ടി പരമാത്മാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ജീവന്റെ പരമാത്മാവിൻ്റെ അംശം എടുത്ത് ജീവാത്മാവാക്കി മാറ്റി അതിൽ മനസ്സ്, അതായത് ഈ മനസ്സ് എന്ന സംഭവം എന്താണെന്ന് ആർക്കും അറിയില്ല, മനസ്സിനെ അതിൻ്റെ ആ ജീവന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഇവിടെ ഭൂമിയിൽ വൃക്ഷങ്ങൾ, ഇഷ്ടംപോലെ മരങ്ങൾ, പുല്ലുകൾ, ചെടികൾ, മനുഷ്യന്മാർ, പട്ടികൾ, നായകൾ, ആനകൾ, ഇങ്ങനെ ഓരോ രൂപത്തിൽ വരികയാണ്. അപ്പോൾ അവരെല്ലാം ഈ ലോകത്തിനെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണുന്നു. ഒരു പട്ടി എങ്ങനെ കാണുന്നത്, ഒരു ആന എങ്ങനെയാണ് കാണുന്നത്, ഒരു പുഴു എങ്ങനെയാണ് കാണുന്നത്, ഒരു മരം എങ്ങനെയാണ് ഈ ലോകത്തിനെ കാണുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ മനുഷ്യൻ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുന്നു. ഈ ലോകം കണ്ടിട്ട് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സന്തോഷമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രിപ്പ്, ഒരു പരമാത്മാവ് തന്നെ പറയാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് കണ്ടു, കാര്യങ്ങളെല്ലാം വളരെ നന്നായി എന്ന് വെച്ചിട്ട്. അപ്പോൾ മനസ്സിനെ ജീവനിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതിനൊരു ശരീരം കിട്ടുന്നു, ശരീരം ചിരിക്കുന്നു. ഇവിടുത്തെ മണ്ണിൽ, നമ്മുടെ ശരീരമൊക്കെ ഇവിടെ മണ്ണിൽ മണ്ണിന്ന് വന്നതാണ്, മണ്ണിൽ തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഒരു ശരീരം കിട്ടുകയാണ് മനസ്സിന്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ സത്കർമ്മം, നല്ല കർമ്മങ്ങൾ ചെയ്ത് സാറ്റിസ്ഫൈഡായി ഈ ലോകത്തിനെ മനസ്സിലാക്കി തിരിച്ചു പോവാം. അതാണ് പർപ്പസ്, അതാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുഴയിൽ ഇപ്പോൾ കുളിക്കാൻ പോയി വരിക. പുഴയിൽ കുളിക്കാൻ പോയിട്ട് മുണ്ട് കഴുകിയിട്ട് അവസാനം മുണ്ട് കഴുകി നമ്മളൊന്ന് ഒലുമ്പിയിട്ട് ആദ്യം ഒന്നിങ്ങനെ മുണ്ട് നോക്കും. ആ മുണ്ട് എന്തെങ്കിലും ചളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരുമ്പും, പിന്നെ അലക്കി കഴിഞ്ഞ് പൊക്കി നോക്കുമ്പോൾ പിന്നെയും ചളിയുണ്ട്, പിന്നെ അലമ്പും. അതേ ഒരു പ്രോസസ്സാണ് ഇവിടെ ഈ മനസ്സ് ആഗ്രഹിക്കുന്നത്. ശരീരത്തിനെ കൊണ്ട് അങ്ങനത്തെ പ്രവൃത്തികളും അങ്ങനത്തെ ഫീലിങ്ങും മനസ്സിലാക്കാനാണ് മനസ്സിൻ്റെ ഉദ്ദേശം. പക്ഷേ ശരീരത്തിന് എന്താ പറ്റുന്നത് വെച്ചാൽ ശരീരത്തിന് ഈ പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സിലാക്കണം, പഞ്ചേന്ദ്രിയ സുഖങ്ങളെ ശരീരം മനസ്സിലാക്കണം. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളൂ. എല്ലാം പഞ്ചേന്ദ്രിയ സുഖങ്ങളെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരീരം ബുദ്ധി ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോഴാണ് ശരീരം ബുദ്ധി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബുദ്ധിക്ക് ഇൻട്രസ്റ്റ് പഞ്ചേന്ദ്രിയങ്ങളുടെ ത്രൂ എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സ് പലപ്പോഴും പലതും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ബുദ്ധിയോടത്ത്, പക്ഷെ ബുദ്ധിക്ക് താല്പര്യമില്ല അത് കേൾക്കാൻ. ബുദ്ധി പഞ്ചേന്ദ്രിയത്തിനെ യൂസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം മനസ്സ് പലപ്പോഴും നമ്മൾ എന്ത് പ്രവർത്തികൾ ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സ് ഒന്ന് വിളിക്കാറുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ കേൾക്കാറുണ്ടോ? ഇല്ല. ഒരാളെ പോയി തല്ലണം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് പറയുന്നത്, തല്ലണം, അവനെ തല്ലണം, അവൻ്റെ പെരുമാറ്റം ശരിയല്ല, അതൊക്കെ അനലൈസ് ചെയ്ത് ബോഡിയുടെ അടുത്ത് പോയി തല്ലാൻ പറയണം. അപ്പം മനസ്സ് പറയുന്നുണ്ട് ഒന്നുകൂടി നിൽക്ക്. അപ്പം മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അപ്പം മനസ്സും ശരീരം തമ്മിൽ കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൽ മനസ്സ് പറയുന്നുണ്ട്, നീയെ എൻ്റെ ഈ ശരീരം ക്ഷയിച്ചിട്ട് നിനക്ക് കണ്ണ് കാണാനും കാത് കേൾക്കാനും ഒന്നും അനുഭവിക്കാത്ത സമയത്ത് അപ്പോഴാണ് നീ മനസ്സിനെ മനസ്സിലാക്കുന്നതെന്ന്. അപ്പോഴാണ് ബുദ്ധി മനസ്സിനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ബുദ്ധി മനസ്സ് പറയുന്നത് മുഴുവൻ കേൾക്കുന്നത്. ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നീ ചെയ്തോ എന്നുള്ള ഒരു, പിന്നെ ഇയാൾ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം നശിച്ച് കണ്ണും കാതും, കണ്ണ് കാണാൻ പറ്റില്ല, ശബ്ദം കേൾക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിൽ കൈ പൊക്കാൻ പറ്റില്ല, കാല് പൊക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ
മനസ്സ് കളിക്കുന്നത്. മനസ്സ് അപ്പോൾ ഇവൻ ചെയ്ത പ്രവൃത്തികളുടെ എല്ലാം റീൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് റീല്. അതായത് ആൾക്ക് ഒരു വയസ്സ് മുതൽ ജനിച്ചു മുതൽ ഈ കിടപ്പാക്കുന്ന വയസ്സ് വരെ ആൾക്ക് എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം ആൾക്ക് കാണിക്കുകയാണ്. അത് കണ്ണുകളിലൂടെ അല്ല, മനസ്സ് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ ഈ ഇത്രയും നമുക്ക് ഞാനിപ്പോൾ 55 വയസ്സായി. അത് ഞാനൊരു 5-6 സെക്കൻഡ് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു. ഒരു മാസം കൊണ്ട് 55 വയസ്സായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ 80 വയസ്സായ ആൾക്കും അങ്ങനെ തോന്നലുണ്ടല്ലോ. അതായത് ഈ ഇവിടെ ജനിച്ചു, കുറെ സന്തോഷം അനുഭവിച്ചു, കുറെ സങ്കടം അനുഭവിച്ചു, കുറെ കരഞ്ഞു, കുറെ ചിരിച്ചു, അങ്ങനല്ലേ, കുറെ എൻജോയ് ചെയ്തു. ഇപ്പോ ശരീരം ഒന്നുമില്ല, പിന്നെ ശരീരം ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ പ്യൂരിഫിക്കേഷന്, അതായത് ഈ ശരീരം ഉപയോഗിച്ച് എത്ര സത്കർമ്മങ്ങൾ ചെയ്തു, എത്ര ആൾക്കാരെ. സത്കർമ്മം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സംസാരിക്കലും കൂടി സത്കർമ്മമാണ്, ഒരാൾക്ക് നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷൻ കൂടി സത്കർമ്മമാണ്, നമ്മൾ എന്ത് കൂടിയാണ് ഒരാളുടെ പെരുമാറുന്നത്. വാക്കും നമ്മുടെ പ്രവൃത്തി, അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ സത്കർമ്മത്തിൽ പെട്ടതാണ്. അപ്പോഴാണ് ഈ മനസ്സ് എന്തെങ്കിലും ഇൻസിഡന്റ് കാണിച്ചു കൊടുക്കുന്നത്. യെസ്, ദർ യു ഹാവ് ഡൺ റോങ് തിങ്, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നു എന്ന് മനസ്സ് പറഞ്ഞിട്ട് ബുദ്ധി ശരീരം കേൾക്കാത്ത അവസ്ഥയെ 1-2 ഇൻസിഡന്റിനെ കാണിക്കുന്ന സമയത്ത് അപ്പോഴാണ് ബുദ്ധിക്ക് മനസ്സിലാക്കുന്നത്, ഓക്കെ, ഇതായിരുന്നു. അതായത് പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ജസ്റ്റ് സീ ആൻഡ് എൻജോയ് അല്ല, അതിലിപ്പോൾ എൻജോയ് ദ ഫീലിങ്സ്, സങ്കടമായാലും സന്തോഷമായാലും അതിനൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാണ്ട് മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരു വിഷ്വൽ എന്താ പറയുക, ഒരു ഇപ്പോൾ 3 ഡയമെൻഷൻ, നമ്മളിപ്പോൾ 3D ഫിലിംസ് വരെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ 100 ഡയമെൻഷൻ ഫിലിം അഭിനയിക്കുകയാണ്, കാണുകയാണ്. അങ്ങനത്തെ അതാണ് പർപ്പസ്. അത് കണ്ടിട്ടാണ് മനുഷ്യനൊരു 3 ഡയമെൻഷൻ 4 ഡയമെൻഷൻ ഫിലിം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് എന്ന് മനസ്സിലാക്കണം. ഓരോ ഡയമെൻഷൻസ്, ഈ 100 ഡയമെൻഷൻസ് പറഞ്ഞാൽ 100 ഫീലിങ്സ്. നമ്മുടെ മനസ്സിൽ വരുന്ന വിഷമം, സന്തോഷം, ദുഃഖം, അഹങ്കാരം, അസൂയ, കുശുമ്പ്, ദീസ് ആർ ആൾ ഡയമെൻഷൻസ് ഓഫ് ലൈഫ്. അപ്പോൾ അത് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുക. ദൈവത്തിനോട് പറയാ, എന്തൊരു യൂണിവേഴ്സൽ പവറിനോട് പറയാം, എന്തൊരു ക്രിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാവരും തമ്മിൽ റിലേറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഒരു മാമ്പഴം വീണു, മനുഷ്യന്റെ നാവിന് അതിന്റെ ടേസ്റ്റ് അറിയത്തക്ക രീതിയിലാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ നോക്കൂ, ഒരു മനുഷ്യനും മരം തമ്മിലുള്ള റിലേഷൻ. പക്ഷെ രണ്ടുപേരുടെയും കൺഫിഗറേഷൻ ഈസ് ടോട്ടലി ഡിഫറെന്റ്. മരം നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്, മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മനുഷ്യന് കണ്ണ്, കാല് ഇതെല്ലാം ഉണ്ട്. പക്ഷേ മരത്തിന് വേരുകളുണ്ട്. ആ വേരുകൾ ഏതൊക്കെ കൂടുന്നത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇങ്ങനൊരു ക്രിയേഷൻ ഉണ്ടാക്കിയതിനെ താങ്ക്സ് പറഞ്ഞിട്ട്, അതായത് മരിക്കുന്ന സമയത്ത്, മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രെയർ ഉണ്ടല്ലോ, എല്ലാ ഡ്രാമയും കണ്ടു, അതിൽ എനിക്ക് അഭിനയിക്കാൻ റോളും കാണിച്ചു തന്നു, അത് ഞാൻ അഭിനയിക്കുന്നത് ഞാൻ കണ്ടു, താങ്ക്സ് അലോട്ട്, യു ആർ എ ഗ്രേറ്റ് തിങ് എന്ന് പറയണം. അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ ആ ഒരു മരണക്കിടക്കയിൽ? അതാണ് റിയൽ പ്രെയർ. ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രെയർ ചെയ്തതെല്ലാം സബ്ജക്റ്റ് മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് 10ൽ നല്ല മാർക്ക് കിട്ടണേ, ഡിഗ്രി പാസ്സാവണേ, ജോലി കിട്ടണേ, കല്യാണം കഴിയണം, നല്ല കുട്ടി ഉണ്ടാവണേ. ആ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനകളൊക്കെ വെറും ഡയലോഗാണെന്ന് നമ്മൾ അന്നാ ആലോചിക്കുന്നത്. നമ്മൾ കിടക്കുമ്പോഴാണ് ആലോചിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന സമയത്താണ് നമ്മൾ ഇതെല്ലാം. അപ്പോൾ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇത് പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത് മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ. ഇത് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, അതിനകത്ത് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സോ കോൾഡ് മോക്ഷം എന്നുള്ള സാധനം കിട്ടുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ആ ഒരു ഡിസ്കഷനാണ്. അതായത് മരിച്ച ശരീരത്തിൻ്റെ ജീവൻ
നഷ്ടപ്പെട്ടാൽ ശരിയായി തിരിച്ചു പോകാനുള്ള സമയമായി കഴിഞ്ഞാലാണ് ഇവിടെ റീകൺസിലേഷൻ നടക്കുന്നത്. ആര്? ജീവാത്മാവും മനസ്സും ഒരു സൈഡ്, ബുദ്ധിയും ശരീരത്തിൻ്റെയും എന്തൊക്കെ ചെയ്തു എന്നുള്ള അനലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്. അതാണ് പർപ്പസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എന്ത് വന്നാലും നമ്മൾ ഒരേ ഇതിലെടുക്കും. ദിസ് ആർ ഓൺ ഫീലിങ്സ് എന്ന് മാത്രമേ കണക്കാക്കുള്ളൂ. അതിനെ അതിൻ്റെ രീതിയിലെടുക്കാം. കരയാൻ പറയാം, അല്ലെങ്കിൽ കരയാണ്ടിരിക്കാം. പ്ലസ് സന്തോഷം വന്നാൽ കുറേ ചിരിക്കാം, അല്ലെങ്കിൽ ചിരിക്കാണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളൂ ശരിക്കും. അതിപ്പോൾ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ പറയും വട്ടാണെന്ന്. അതെ, എനിക്ക് വട്ടാണ്. വട്ടായ ഒരു മനുഷ്യന് മാത്രമേ അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു അറിയോ? ഒരു പ്രാവശ്യം ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചാൽ അയാളെ വേദനിപ്പിക്കുമ്പോൾ അയാൾക്ക് വരുന്ന അവസ്ഥയാണ്, അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒന്ന് കളിയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരിക, അതായത് ഈ ഇമോഷൻസ് കൺട്രോൾ അല്ലാത്തൊരവസ്ഥയിലാണ് ഒരാൾക്ക് ഭ്രാന്താവുന്നത്. വട്ട് എന്ന് പറഞ്ഞാൽ അത് അയാൾ ചിന്തിച്ചുണ്ടാക്കുന്നത്. വട്ട് സോക്കാൾ മറ്റുള്ളവരാണ് വിളിക്കുന്നത് വട്ട് എന്ന് പറയുന്നത്. ഇയാൾക്ക് വട്ടെന്നല്ല, ഇയാൾക്ക് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഭ്രാന്തിനെയും വട്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിച്ചു അവർക്ക്. അപ്പോൾ വട്ട് വന്ന ഒരു മനുഷ്യന് അയാളെ കുറ്റം പറഞ്ഞ ആൾക്ക് ദേഷ്യമില്ല, ഒരു പ്രശ്നമില്ല. അയാൾ കുടിച്ചാലും പൊട്ടിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ ഇയാൾ ഈ വട്ടത്തിൽ ഈ തോട്ട് പ്രോസസ്സിനെ മുഴുവൻ ചിന്തിച്ചിരിക്കുന്നു. അതാണ് വട്ട് എന്ന് പറയുന്നത്. അന്ന് ഈ വട്ട് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഈ വട്ട് ഇങ്ങനെ ആവാം. അപ്പോൾ എങ്ങനെയായാലും അയാൾ ഇതിൽ കൂടെ പോയി ആകെ കൺഫ്യൂഷൻ ആവാതെ, വട്ടാകുമ്പോൾ കൺഫ്യൂഷൻ്റെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ വട്ടാവുന്നത്. അപ്പോൾ വട്ടാവുന്ന ഒരു പ്രാവശ്യം ഈ തോട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ചിന്തകളും അയാളുടെ പ്രവർത്തികളും കുത്തുക. അപ്പോൾ അയാളെ മുദ്ര കുത്താണ്, അയാൾ വട്ടാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭ്രാന്തിനേക്കാളൊക്കെ എത്രയോ നല്ലൊരു അവസ്ഥയാണ് വട്ട് എന്ന് പറഞ്ഞാൽ. വട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നമ്മൾ വട്ടത്തിലാവണം. ചിന്തിച്ച് അത് എവിടുന്നാ തുടങ്ങി വെച്ചാൽ ഇതെല്ലാം ചിന്തിച്ച് തിരിച്ച് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരു വട്ടടിച്ചു അല്ലേ? ഈ ചിന്തകളുടെ ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വട്ടായി. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ വട്ടിൻ്റെ അവസ്ഥ തലയിൽ എത്ര നേരം നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ചിലർക്ക് ഒരു 2 ദിവസം ഇരിക്കുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും ഈ ചിന്തകൾ. ചിലർക്ക് ഈ വട്ടിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്ന ദിവസം ഉണ്ടാവും, അതായത് നോർമലായിട്ടുള്ളതിലേക്ക്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭ്രാന്തും വട്ടും ഉണ്ടായിരുന്നു ഒരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. മനസ്സിലായി? ഒരു വട്ടുള്ള ആൾക്ക് മാത്രമേ ഭ്രാന്ത് ഉണ്ടായിരുന്നു എന്ന് ആൾക്ക് മനസ്സിലാവുള്ളൂ, ഈ വട്ടെത്തിക്കഴിഞ്ഞാൽ. ഇപ്പം എനിക്ക് വട്ടുണ്ട് എന്ന് അവസ്ഥ എത്തുമ്പോൾ ഞാൻ ആലോചിക്കണം. എനിക്ക് ഭ്രാന്തുണ്ട് എന്ന് വട്ടായപ്പോൾ മനസ്സിലായി. എനിക്ക് വട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആരാണ്? അവിടെയാണ് ആ ചോദ്യം. ഞാൻ ആരാണെന്നുള്ളതിന് ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ഡിഫറെൻറ്റ്. അല്ല, അതും ഇതും കാര്യം. പക്ഷേ പർപ്പസ് ഓഫ് ലൈഫ് മനസ്സിലാക്കി കഴിഞ്ഞൊരവസ്ഥയിലാണ് ഞാൻ ആരാണെന്ന് തോന്നുക. അപ്പോൾ ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്. അത്ര പറയുള്ളൂ, ഓർമ്മയില്ല. താങ്ക്സ്.